സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി പാക്കമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി, അധ്യായം 10. മോളി കാറിനുള്ളിൽ കൂനിക്കൂടിയിരുന്നു. അവൾക്ക് തണുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറും രോഗിയുടെ ബന്ധുക്കളും തമ്മിലുള്ള വാഗ്വാദം അവൾക്ക് കേൾക്കാമായിരുന്നു. രോഗിയുടെ ബന്ധുക്കൾ അടഞ്ഞ വാതിലിൽ മുട്ടി വിളിക്കുന്നത് കേട്ടു. ഡോക്ടറെ, രക്ഷിക്കണേ, ഹോസ്പിറ്റലിൽ വന്ന് ഒന്ന് നോക്കിയിട്ടെങ്കിലും പോ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം, ഞങ്ങൾക്കുള്ളത് മുഴുവൻ തരാം. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കേഴുകയാണ്. അകത്ത് നിന്ന് മറുപടിയില്ല. പോകാം, ഇനി നിന്നിട്ട് കാര്യമില്ല. അയാളുടെ ഹൃദയം കരിങ്കല്ല, അതലിയുകയില്ല. ഒരാൾ പറയുന്നു, എടാ പട്ടി, നായിൻ്റെ മോനെ. ചെറുപ്പക്കാരൻ നിലവിളിച്ച് പറയുന്നു, നിന്റെ അമ്മയ്ക്കിങ്ങനെ വരണമെടാ പന്നി. അന്നേരം നീ സഹിക്കുമോടാ കഴിവേറി. സമനില നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരനെ മറ്റുള്ളവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് മോളി കണ്ടു. അവർ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാരമില്ലടാ, വേറെ മാർഗമുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അയാളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യപ്പറ്റില്ലാത്ത തെമ്മാടി. ഗേറ്റിൽ ചെന്നിട്ട് ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്ന് അലറി, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പട്ടി കഴിവേറിൻ്റെ മോനെ, നിന്നെ കുത്തി കീറുമെടാ ഞാൻ. നിന്റെ കുടൽമാല പട്ടിക്ക് കൊടുക്കുമെടാ. ചെറുപ്പക്കാരനെ മറ്റുള്ളവർ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് വളപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇരമ്പിപ്പാഞ്ഞു പോയി. മോളിക്ക് അളവറ്റ ദുഃഖവും കുറ്റബോധവും തോന്നി. താനല്ലേ വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണം? താനുള്ളതുകൊണ്ടല്ലേ ഡോക്ടർ പോകാഞ്ഞത്? തൻ്റെ അമ്മയാണെങ്കിൽ സഹിക്കുമോ? എന്ത് കഷ്ടമായി പോയി. അവളുടെ വികാരങ്ങൾ തണുത്തുറഞ്ഞു കഴിഞ്ഞിരുന്നു. കടൽക്കരയിൽ വെച്ച് തനിക്ക് എന്ത് സംഭവിച്ചു എന്നോർത്ത് അവൾ ആശ്ചര്യപ്പെട്ടു. എന്തൊക്കെയാണ് ചിന്തിച്ചത്? എന്തൊരു ആവേശവും ആസക്തിയുമായിരുന്നു തനിക്ക്. ഡോക്ടറുടെ ഇംഗിതങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുക്കാൻ പോലും താൻ തയ്യാറായിരുന്നില്ലേ? ഡോക്ടർക്ക് അപ്പോൾ തന്നെ എന്തും ചെയ്യാമായിരുന്നു. താൻ എതിർക്കുകയില്ലായിരുന്നു. മറിച്ച് ഡോക്ടർ അമാദിക്കുന്നതിൽ അമർഷം പോലും തോന്നിയിരുന്നു. അത്രമേൽ വികാരവതിയായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴതെല്ലാം ഓർത്തിട്ട് അവൾക്ക് കുറ്റബോധം തോന്നി. നശിക്കാനല്ലേ തൻ്റെ പുറപ്പാട്? താൻ എന്തൊരു വിഡ്ഢിയാണ്. പുരുഷൻ്റെ സ്പർശനത്തിന് ഇത്രമേൽ മാസ്മരിക ശക്തിയുണ്ടോ? ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട്. അവൾ പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി. വെള്ളം പിഴിഞ്ഞു കളഞ്ഞ നിലയിൽ വെച്ചിരുന്ന സാരി എടുത്ത് നിവർത്തി വലിച്ചു വാരി ചുറ്റി. ചുറ്റിനും നോക്കിയിട്ട് ഒറ്റ നടത്തം. ഗേറ്റ് കടന്ന് റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അവൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് വെച്ചു പിടിപ്പിച്ചു. വിശ്വനാഥൻ വീടിൻ്റെ പിൻവാതിൽ തുറന്നിട്ട് കുറേ നേരമായി. മോളി ഇതുവരെ കയറി വരാത്തത് എന്തെന്ന് അയാൾ അമ്പരന്നു. ഒടുവിൽ അയാൾ കാറിനടുത്ത് ചെന്ന് അവളെ വിളിച്ചു. മോളി, ഇറങ്ങി വാ. മുൻവശത്ത് കൂടിയോ പിൻവശത്ത് കൂടിയോ നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് കയറിപ്പോരുക. ഇവിടെ ആരുമില്ല. കാറിനുള്ളിൽ നിന്ന് അനക്കമൊന്നുമില്ല. വിശ്വനാഥൻ ചെന്ന് ഡോർ വലിച്ചു തുറന്നു. കാറിനുള്ളിൽ ആരുമില്ല. അവൾ വീണ്ടും കബളിപ്പിച്ചിരിക്കുന്നു. വിശ്വനാഥൻ പല്ല് ഞെരിച്ചു. പിറ്റേന്ന് ഡെയ്സി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ മോളിയോട് ചോദിച്ചു, ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ബീച്ചിൽ പോയോ? ഡെയ്സിയുടെ നിശിതമായ നോട്ടത്തെ നേരിടാനാവാതെ മോളി തലതാഴ്ത്തി. പോയി. ഡോക്ടർ വിശ്വനാഥൻ ക്ഷണിച്ചിരുന്നു അല്ലേ? എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. സംസാരിച്ചതേ ഉള്ളൂ. സത്യമായും ചേച്ചി, വേറൊന്നും ഉണ്ടായില്ല. കേടില്ലാതെയാ ഞാൻ ഇന്നലെ തിരിച്ചു പോന്നത്. ആണെങ്കിൽ നിനക്ക് കൊള്ളാം. നശിക്കാനാണ് ഉദ്ദേശമെങ്കിലും നിനക്ക് തന്നെ. അയാൾ നിന്നെ ക്ഷണിച്ചത് സ്വദേശത്തോടെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഡോക്ടർ എന്നോട് ചോദിച്ചു, രണ്ടാം ഭാര്യയായിരിക്കാൻ സമ്മതമാണോ എന്ന്. ഇഷ്ടം പോലെ പൊന്നും പണവും താമസിക്കാൻ വീടും തരാമെന്ന്. അതായത് വെപ്പാട്ടിയായി കഴിയാമോ എന്ന് അല്ലേ? ഒന്നാമത് നീ ചെയ്യേണ്ടത് അയാളെ തീർത്തും അവഗണിക്കുക. അയാൾ വിളിക്കുന്നിടത്ത് പോകരുത്. അയാളോട് സംസാരിക്കരുത്. ഇനിയില്ല ചേച്ചി, മോളി തർപ്പിച്ചു പറഞ്ഞു. ദിവസങ്ങൾ പിന്നെയും പോയി. വെള്ളിയാഴ്ച ഡെയ്സിക്കൊരു കത്ത് വന്നു. റോസി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ബെന്നി എഴുതിയതാണ്. അടുത്ത ദിവസം ലീവ് എടുത്ത് അവൾ വീട്ടിലേക്ക് പോയി. ജോണിച്ചനെയും ഒന്ന് കാണണം. പിണക്കമാണോ എന്നറിയണമല്ലോ. ഈയിടെ ജോണിച്ചൻ്റെ കത്തൊന്നും കിട്ടിയില്ല. അമ്മിണിയും വീട്ടിൽ പോയിരിക്കുകയാണ്. ഷീല വീട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കൂട്ടുകിടക്കാൻ അടുത്ത വീട്ടിലെ ശാലിനി വരും. അതിനാൽ ഒറ്റയ്ക്കാണെന്ന ഭയം വേണ്ട. ശാലിനിയും ഷീലയും തമ്മിൽ വലിയ കൂട്ടാണ്. ശാലിനി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കാൻ മിടുക്കി. 15 വയസ്സേ ഉള്ളൂ പ്രായം. ഓമനത്തം തുളുമ്പുന്ന ശാലീനമായ മുഖം, ഒതുക്കമുള്ള വെളുത്തു മിനുത്ത ശരീരം. നിന്റെ സ്കിൻ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും.
എന്തൊരു മിനുസമാണ്, എന്തൊരു തിളക്കമാണ്, ഷീല കൂടെ കൂടെ പറയാറുണ്ട്. ചേച്ചിക്ക് കുശുമ്പ. ഇനി നോക്കിക്കോ, എൻ്റെ മേലെല്ലാം പൊരി പിടിക്കുന്നത്. കണ്ണുവെച്ചില്ലേ, ശാലിനി പറയും. ഷീല മുറിയിലുള്ളപ്പോൾ മിക്കപ്പോഴും ശാലിനി ഷീലയെ കാണാൻ വരും. അവൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കാൻ എന്തെങ്കിലും സംശയമുണ്ടാവും. ചിലപ്പോൾ ഷീല അവൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി 1-2 മണിക്കൂർ ചെലവിടുകയും ചെയ്യും. ശാലിനിക്ക് ഷീലയോട് വലിയ ആരാധനയായിരുന്നു. ഷീലയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വാത്സല്യവും. ശാലിനി കൂട്ടുകിടക്കാൻ വന്നാൽ രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുക. അന്ന് രാത്രിയും ഷീല കുറച്ച് സമയം ശാലിനിക്ക് ക്ലാസ് എടുത്തു. പെണ്ണ് വിളഞ്ഞ വിത്ത് തന്നെ. ഇങ്ങനെയെങ്കിൽ ട്യൂഷൻ ഫീസ് തരേണ്ടല്ലോ. ഷീല കളിയാക്കി. വല്ലതും 2-3 അക്ഷരം പറഞ്ഞു തരുന്നതിന് ട്യൂഷൻ ഫീ മേടിക്കാനോ? ഇങ്ങനെ കുറേ സമ്പാദിക്കുമല്ലോ. ശാലിനി പ്രതികരിച്ചു. നീ വായിച്ചോണ്ടിരിക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം. ഷീല കുളിമുറിയിൽ കയറി. രാത്രിയിൽ ഒരു കട്ടിലിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഷീല ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ മോളെ? ചേച്ചിക്ക് ചോദിക്കാൻ കണ്ട ഒരു ചോദ്യം. എനിക്കാരോടും പ്രേമമൊന്നുമില്ല. ഓർക്കുമ്പോൾ തന്നെ പേടിയാ. ഒരാണിനോട് നിനക്ക് ഇഷ്ടം തോന്നിയിട്ടില്ലേ? എന്നോട് നുണ പറയരുത്. ശാലിനി ഒന്നും മിണ്ടിയില്ല. നിനക്കിഷ്ടമാണെങ്കിൽ എന്നെ പ്രേമിച്ചോ. പോ ചേച്ചി, കളിയാക്കാതെ. ശാലിനി നാണിച്ച് ചിണുങ്ങി. ചേച്ചി ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? എത്ര പേരെ? ആരെയൊക്കെയാ? എനിക്കിഷ്ടം തോന്നിയ എല്ലാവരെയും. എന്ന് വെച്ചാൽ രാജ് കപൂറിനെ, പ്രേം നസീറിനെ, രാജേഷ് ഖന്നയെ, ധർമ്മേന്ദ്രയെ, കമലഹാസനെ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടറെ, ഗോർബച്ചോവിനെ, ഈദി അമീനെ, ബോറിസ് ബക്കറെ, കപിൽ ദേവിനെ, ജിമ്മി ജോർജിനെ, മാറഡോണയെ, ടൈസണെ, ബെൻ ജോൺസനെ, അങ്ങനെ എത്രയെത്ര പേരെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ശാലിനി പൊട്ടിച്ചിരിച്ചു. കഷ്ടം. ഇങ്ങോട്ടാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചില ലവ് ലെറ്റേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ലേഡീസ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നവൻ, PDCക്ക് പഠിക്കുമ്പോൾ ഒരു കോളേജ് ലെക്ചറർ, പിന്നെ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ കൂടെ പഠിച്ചിരുന്ന ഒരുത്തൻ, BEdന് പോയപ്പം വേറൊരുത്തൻ, ഇങ്ങനെ പലരും എന്നെ പ്രേമിച്ചതാ. എന്നിട്ടോ ഒക്കെ കോന്തന്മാരായിരുന്നേ. എനിക്കാണെങ്കിൽ ആ കാലത്തൊക്കെ ഓരോ ആരാധനാ പുരുഷന്മാരുണ്ടായിരുന്നു, വീരപുരുഷന്മാർ. അവരുടെ ലിസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കാരണം കോന്തന്മാരെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ചേച്ചി വലിയ തമാശക്കാരിയാണല്ലോ. ഷീല ഒരു കുസൃതി ചിരിച്ചിരിച്ചു. ഇപ്പോൾ ചേച്ചി ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേരിനൊരാളുണ്ട്. ആരാ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണോ? ഷീല ചിരിച്ചു. അല്ല മോളെ, പിന്നെ ആരാ? ഒരു പാവം വാദ്യാര്. ചേച്ചിയുടെ സ്കൂളിലെ തന്നെയാണോ? വാദ്യാരുടെ പേരെന്താ? കൃഷ്ണൻ മാസ്റ്റർ. കള്ളകൃഷ്ണനാണോ ചേച്ചി? കുറച്ച് കള്ളത്തരമൊക്കെയുണ്ട്. പിന്നെ പാവമാണെന്ന് പറഞ്ഞതോ? കണ്ടാൽ പാവത്താനാണെന്ന് തോന്നും. മാസ്റ്റർക്ക് ചേച്ചിയും ഇഷ്ടമാണോ? അതോ 1 വേ ട്രാഫിക്കാണോ? എന്നെ ഇഷ്ടമാ. പുള്ളിക്കാരനാ തുടങ്ങി വെച്ചത്. അല്ലെങ്കിൽ തന്നെ ചേച്ചിയെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? ആട്ടെ, ആള് സുന്ദരനാണോ? സുന്ദരനാണോ എന്ന് ചോദിച്ചാൽ സുന്ദരൻ തന്നെ. അത്ര വെളുത്തിട്ടൊന്നുമല്ല. ഇരുനിറമെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. ഡ്രിൽ മാസ്റ്ററാ പുള്ളി. നല്ല ആരോഗ്യം, മസിലുകൾ കൊണ്ട് കടഞ്ഞെടുത്ത ശരീരം. അങ്ങേരുടെ നോട്ടവും ചിരിയും അത്ര ശരിയല്ല. ഒരുമാതിരി കള്ളലക്ഷണമാ. എന്നാൽ പിന്നെ എന്തിനാ ചേച്ചി പ്രേമിച്ചത്? ആ കള്ള ലക്ഷണത്തിലാണ് ഞാൻ വീണുപോയത്. അങ്ങേര് കെട്ടുമോ ചേച്ചി? അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ കിടന്നുറങ്ങ്. എൻ്റെ കണ്ണടഞ്ഞു പോകുന്നു. നല്ല ക്ഷീണം. ശാലിനി പിന്നെ ഒന്നും ചോദിച്ചില്ല. അവൾ പ്രേമത്തെപ്പറ്റി ഓരോന്ന് സങ്കല്പിച്ച് ഇക്കിളി കൊണ്ട് കിടന്നു. അധ്യായം 11. ഡെയ്സി വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് അനുജത്തി റോസിയും വന്നു പോണ്ടിച്ചേരിയിൽ നിന്നും. പതിവിന് വിപരീതമായി റോസിക്ക് ലഗേജ് കൂടുതലുണ്ടായിരുന്നു. സൂട്ട് കേസ്, എയർ ബാഗ്, ബിഗ് ഷോപ്പർ, 2 വലിയ സാരിക്കൂടുകൾ. മകളുടെ വരവ് കണ്ടപ്പോഴേ ഏലിയമ്മ ചേട്ടത്തിക്ക് പന്തികേട് തോന്നി. നീ എന്താടി അവിടുന്ന് കെട്ടിപ്പുറക്കി പോന്നോ? അമ്മച്ചിയുടെ ദൃഷ്ടി ദിവ്യദൃഷ്ടി തന്നെ, സംശയമില്ല. റോസി ചിരിച്ചു. നീ പോന്നതാണോടി? അതേന്ന്. എൻ്റെ കർത്താവേ, തീർത്തും പോന്നതാണോടി? ഉടനെയെങ്ങും അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല അമ്മച്ചി. അതുകൊണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോന്നു. അതെന്താ ഉടനെ അങ്ങോട്ട് പോകണ്ടാത്തേ? പഠിത്തം തീർന്നു. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു. കന്യാസ്ത്രീയാകാൻ പഠിക്കാനില്ലേ? അതും കഴിഞ്ഞു. പിന്നെ എന്താ നീ കന്യാസ്ത്രീകളുടെ ഉടുപ്പിടാത്തേ? ഫ്രാൻസിന്ന് തയ്ച്ചു വരണ ഉടുപ്പ്. തയ്ച്ചതൊക്കെ തീർന്നു പോയി. ഇനി തയ്ച്ചു വരാൻ സമയം കുറേ എടുക്കും. അതുവരെ വീട്ടിൽ വന്ന് അമ്മച്ചിയുടെ കൂടെ നിൽക്കാമെന്ന് വെച്ചു.
അവൾ പറയുന്നത് കളിയോ കാര്യമോ എന്നറിയാതെ ഏലിയമ്മ ചേട്ടത്തി തരിച്ചു നിന്നു. രാത്രിയിൽ ഡെയ്സി റോസിയെ മുറ്റത്തരികിലെ മാഞ്ചോട്ടിലേക്ക് വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു, എന്താ മോളെ ഇതൊക്കെ? ഞാൻ പോന്നു ചേച്ചി, ഇനി തിരിച്ചു പോകുന്നില്ല. കന്യാസ്ത്രീ ആകാൻ ഞാനില്ല. എനിക്കൊരിക്കലും ഇഷ്ടമല്ലായിരുന്നു അത്. അന്നെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ വീട്ടിലെ ഇല്ലായ്മയോർത്ത് ഞാൻ സമ്മതിച്ചെന്നേയുള്ളൂ. മാത്രമല്ല പഠിക്കാനും എനിക്കിഷ്ടമായിരുന്നു. കന്യാസ്ത്രീയാകാൻ പോയാൽ പഠിച്ച് ഒരു ബിരുദമെടുക്കാമല്ലോ എന്ന് കരുതി. ഇപ്പോൾ പ്രായപൂർത്തി വന്നപ്പോൾ എനിക്ക് ഉറപ്പായി കന്യാസ്ത്രീയാകാൻ ഉള്ളവളല്ല ഞാനെന്ന്. എനിക്ക് കല്യാണം കഴിക്കണം, ഭാര്യയായി അമ്മയായി ജീവിക്കണം. ഡെയ്സി തരിച്ചു നിന്നു. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ മുതിർന്നവർ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും കന്യാസ്ത്രീയാകാൻ വിടും. തിരിച്ചറിവ് വരുമ്പോൾ അതിൽ നിന്ന് ചാടിപ്പോരണമെന്ന് പലരും ആഗ്രഹിക്കുമെങ്കിലും നടക്കാറില്ല. ആർക്കും ധൈര്യമില്ല. എൻ്റെ മോളെ, കുടുംബത്തിന് എന്ത് മാനക്കേടാ ഇത്? നമ്മുടെ അപ്പനും അമ്മയും എങ്ങനെ സഹിക്കും? ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? മടത്തിന്ന് ചാടിപ്പോന്ന പെണ്ണ് എന്നല്ലേ ആളുകൾ പറയൂ. നിന്നെ ഒരു കന്യാസ്ത്രീയാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പൈസ മുടക്കി. നീ കന്യാസ്ത്രീയുടെ ഉടുപ്പിട്ട് വരുന്നത് കണ്ട് അഭിമാനം കൊള്ളാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ നമ്മുടെ അപ്പനും അമ്മയും. അന്യരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആശിച്ച ജീവിതം കുരുതി കൊടുക്കണോ ചേച്ചി? എനിക്ക് കന്യാസ്ത്രീയാകുന്നതിനേക്കാൾ അഭിമാനം വീട്ടമ്മയാകുന്നതാ. അച്ഛനും അമ്മയും വേദനിക്കുമെന്നോർത്ത് ഞാൻ കാവിയുടുപ്പിനുള്ളിൽ കയറി ആജീവനാന്തം ഒളിച്ചിരിക്കണോ? അവർക്ക് അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ കുഴിച്ചിടണോ? ഇല്ല. നീ പിന്നെ എന്തു ചെയ്യാൻ പോകുന്നു? നീ ആശിക്കുന്ന പോലൊരു വിവാഹ ജീവിതം നേടിത്തരാൻ അപ്പനും അമ്മയ്ക്കും പറ്റുമോ? ഒരു തരി പൊന്നുണ്ടോ? പണമുണ്ടോ? സ്ത്രീധനം കൊടുക്കാൻ? ആര് വരും നമുക്കൊരു ജീവിതം തരാൻ? വരും. അതിനാളൊക്കെയുണ്ട്. ഡെയ്സി കൺമിഴിച്ചു. ആര്? രാജീവൻ. രാജീവനോ? അതെ, PWDയിലാ ജോലി. കോൺട്രാക്റ്റ് പണികളൊക്കെയുണ്ട്. എന്നെ ഇഷ്ടമാ, കെട്ടാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? നേരത്തെ അറിയാം, പിന്നെ കത്ത് മുഖേന. ഇടയ്ക്കിടെ പോണ്ടിച്ചേരിയിൽ എന്നെ കാണാൻ വരും. കസിനാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി വിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും രാജീവനാ. ആർക്കും അറിയത്തില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൻ്റെ ജാതി ഹിന്ദുവാ. എനിക്കത് പ്രശ്നമല്ല റോസി. ചേച്ചിയെപ്പോലെ കറവ പശുവായി നിന്ന് ജീവിതം പാഴാക്കാൻ ഞാനില്ല. എനിക്കൊരു പെണ്ണിനെ പോലെ ജീവിക്കണം. അവൻ നിന്നെ ചതിക്കില്ലേ മോളെ? ഇല്ല. അതിനുള്ള തകൃതമൊക്കെ എനിക്കുണ്ട്. ഇത് നമ്മുടെ അപ്പനും അമ്മച്ചിയും അറിഞ്ഞാൽ വിഷമം തോന്നും, പിന്നെ മറക്കും. മനുഷ്യരല്ലേ, എന്തെല്ലാം വേഷം കിട്ടിയാലാ ജീവിതം ഒടുങ്ങുന്നേ. ഡെയ്സിക്ക് ഒന്നും മിണ്ടാനില്ല. തൻ്റെ അനുജത്തെ റോസിയാണോ ഇത്? തൻ്റെ വിരലിൽ തൂങ്ങി കിലുകില ചിരിച്ചുകൊണ്ട് അപ്പൂപ്പൻ താടിക്ക് പിന്നാലെ പാറിപ്പോകുന്ന പിഞ്ചോമന. അല്ല, അവളല്ലിത്. ഇവൾ ഒരപരിചിത. ലോക പരിചയമുള്ളവൾ. തന്നേക്കാൾ ഇവൾ വളർന്നിരിക്കുന്നു. താൻ മാത്രം ഒരു പൊട്ടിപ്പെണ്ണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ ഓർത്ത് വേദനിക്കുകയും കരയുകയും ചെയ്യുന്ന വിധി. ഡെയ്സി പിറ്റേന്ന് തന്നെ മടങ്ങി. കുടുംബാംഗങ്ങളുടെ 100 ആവശ്യങ്ങളുടെ പട്ടിക അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു ദിവസം ടൗണിൽ പോയ റോസി മടങ്ങി വന്നപ്പോൾ കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ രണ്ടാളെയും ഒന്നിച്ചു കണ്ട് അന്ധാളിച്ചു. രാജീവനെ തിണ്ണയിലെ ബെഞ്ചിലിരുത്തിയിട്ട് റോസി മുറിയിലേക്ക് കയറി. മുറുക്കാൻ ചവച്ചുകൊണ്ട് തിണ്ണയിലിരുന്ന ഔതച്ചേട്ടൻ രാജീവനെ നോക്കി. ഏലിയമ്മ ചേട്ടത്തി മകളോട് അടക്കം ചോദിച്ചു, ഏതാടി ആ പയ്യൻ? രാജീവൻ. ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കൻ. അവൾ കൂസലെന്നെ പറഞ്ഞു. ഏലിയമ്മ ചേട്ടത്തിക്ക് വിശ്വാസം വരുന്നില്ല. മകൾ ചുണ്ടി പിടിച്ച് എന്തോ തറുതല പറഞ്ഞതാണെന്നേ അവർ കരുതിയുള്ളൂ. നീ എന്തോന്നാടി പറഞ്ഞത്? പറഞ്ഞപ്പോൾ കേട്ടില്ലേ? അത് തന്നെ. റോസിക്ക് കൂസലില്ല. അവൻ നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്നോ? ആ, അത് തന്നെ. എൻ്റെ ഈശോയെ, ഇവൾ എന്തൊക്കെയായി പറയുന്നത്? ഈ മൂദേവി. ഏലിയമ്മ ചേട്ടത്തി മൂക്കത്ത് വിരൽ വെച്ചു. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇവിടെ ആർക്കും നിർബന്ധമില്ല. മോനെ തങ്കച്ച, ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഏലിയമ്മ ചേട്ടത്തി വിളിച്ചു. തങ്കച്ചൻ അകത്തേക്ക് വന്നു. എടാ, നീ കേട്ടോടാ ഇവള് പറയുന്നത്? എന്തോന്ന്? ഇവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ അതെന്ന്. തമാശ പറഞ്ഞതായിരിക്കും. അല്ലടാ, അവളോട് ചോദിയിരേ. റോസിയോട് വഴക്കിടാൻ തങ്കച്ചന് ധൈര്യം പോരാ. ഉരുളയ്ക്കുപ്പേരി പോലെയാണ് അവളുടെ മറുപടി. കെട്ടിക്കൊണ്ട് പോട്ടമ്മേ, അത്രയും സ്വൈര്യം കിട്ടുമല്ലോ. എടാ, എന്താടാ പറഞ്ഞത്? മഠത്തിൽ പോയ എൻ്റെ പെണ്ണിനെ അവൻ കെട്ടിക്കൊണ്ടു പോകാനോ? അല്ലാതെ പിന്നെ എന്തു ചെയ്യും? റോസി കാപ്പിയും എടുത്ത് തിണ്ണയിലേക്ക് ഇറങ്ങി. തങ്കച്ചൻ പെട്ടെന്ന് അമ്മയോട് അടക്കത്തിൽ ചോദിച്ചു, ഞാൻ അവനിട്ട് 2 കൊടുക്കട്ടെ? അതൊന്നും വേണ്ട.
കൊള്ളാവുന്നതിൽ 4 പറഞ്ഞു വിട്ടാൽ മതി. മേലാൽ അവളെ കാണാൻ അവൻ ഈ വീട്ടിൽ കാല് കുത്തരുത്. തങ്കച്ചൻ തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. രാജീവൻ ഔതച്ചേട്ടനുമായി ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒടുവിൽ വിഷയം ശുഷ്കിച്ച് കൃഷികാര്യങ്ങളിലേക്കും കാലാവസ്ഥയിലേക്കും എത്തി. തങ്കച്ചനെ കണ്ട് രാജീവൻ ചോദിച്ചു, ഇയാളിപ്പോൾ എന്തു ചെയ്യുന്നു? തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. തങ്കച്ചൻ പറഞ്ഞു, എത്ര വരെ പഠിച്ചു? PDC. തുടർന്ന് പഠിക്കാത്തതെന്താ? ഇവിടുത്തെ ഒരു കണക്കതാ. എന്നു പറഞ്ഞാൽ എങ്ങനെയാ? പഠിക്കണം, നമുക്ക് വഴിയുണ്ടാക്കാം, അല്ലേ റോസി? കാപ്പി കുടിച്ച ശേഷം അയാൾ ഗ്ലാസ് അവളെ ഏൽപ്പിച്ചു. ഗ്ലാസ് അവൾ വാങ്ങിയ നേരത്ത് അവളുടെ വിരലുകളിൽ ഒന്നമർത്തി പിടിക്കുകയും ചെയ്തു. അവരുടെ നോട്ടവും ചിരിയും ഔതച്ചേട്ടൻ അത്ര ദഹിച്ചില്ല. വീട്ടിൽ വന്നു കയറിയ അതിഥിയെ എങ്ങനെ അപമാനിക്കുമെന്നോർത്ത് അയാൾ ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രം. ആട്ടെ, റോസിയുമായി എങ്ങനെയാ പരിചയമെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം, അതും കൂടി പറയാനാണ് ഞാൻ വന്നത്. രാജീവൻ കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ചു. ഔതച്ചേട്ടൻ ഉദ്വിഗ്നനായി അയാളെ നോക്കി. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. റോസിയെ കല്യാണം കഴിച്ചോളാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനൊരാണല്ലേ, എൻ്റെ വാക്കിന് വിലയില്ലെന്ന് വരരുതല്ലോ. എൻ്റെ ഭാര്യയായി ജീവിച്ചു കൊള്ളാമെന്ന് അവളും എനിക്ക് വാക്ക് തന്നിരുന്നു. കാര്യം പറഞ്ഞാൽ ജാതിയും മതവും രണ്ടാ. ഇന്നത്തെ കാലത്ത് അത് വല്ലതും ഒരു പ്രശ്നമാണോ? എണീക്കടാ. ഔതച്ചേട്ടൻ ചാടി എണീറ്റ് അലറി. ഓക്കെ. രാജീവൻ എഴുന്നേറ്റു. ഇറങ്ങടാ വെളിയിൽ, നായിൻ്റെ മോനെ. അതിനെന്താ ബുദ്ധിമുട്ട്? ഈസിയല്ലേ. രാജീവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുറ്റത്ത് കാല് കുത്തിയാൽ അന്ന് നിന്റെ ശവമടക്കാണെന്ന് ഓർത്തോടെ പട്ടി. ഇന്ന് നിന്നെ തല്ലാതെ വിടുന്നത് എൻ്റെ മര്യാദ. എടാ, കൊന്നയ്ക്കൽ ഔദയുടെ വീട്ടിൽ ഒരു ദിവസം കഞ്ഞി വെച്ചില്ലെങ്കിലും അന്തസ്സും അഭിമാനവും വിറ്റ് തിന്നുകയലടാ. ചുമ്മാതിരിക്കാറുന്നോരെ, ചുമ്മാ ഇരി. ഇതിലപ്പുറവും പ്രതീക്ഷിച്ചുകൊണ്ടാ ഞാനിവിടെ വന്നത്. തല്ലിയാൽ അത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാ വന്നത്. നിങ്ങളുടെ മോളില്ലേ റോസി, അവള് പറഞ്ഞതാ പോരണ്ടാന്ന്. എന്നാലും എനിക്കൊരു മര്യാദയില്ലേ? നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് വിവരം പറയുക എന്നത് എൻ്റെ കടമയല്ലേ? പിന്നെ നിങ്ങളുടെ പെണ്ണിനെ ആരുമറിയാതെ ചൂണ്ടിക്കൊണ്ട് പോയിന്ന് പറയിപ്പിക്കരുതല്ലോ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ റോസി, പോട്ടെ. അയാൾ ഇറങ്ങി ഒറ്റ നടത്തം. റോസി ഓടി ഒപ്പം ചെന്നു. പിണങ്ങി പോകുവാണോ? എന്തിന്? അപ്പം ചീത്ത പറഞ്ഞിറക്കി വിട്ടില്ലേ? അതങ്ങേരുടെ കടമയല്ലേ? ഞാൻ അന്നേരമേ പറഞ്ഞതാ വരേണ്ടെന്ന്. വന്നതുകൊണ്ട് എന്തു പറ്റി? നിന്റെ അപ്പൻ്റെ വിവരക്കുറവ് കൊണ്ട് എന്നെ തെറ്റിദ്ധരിച്ചു. ഏതാണ്ടൊക്കെ പറഞ്ഞു. പിന്നീട് പശ്ചാത്തപിച്ചോളും. ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ വിഷമമുണ്ടോ? ഏയ്, നീ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിലും വലുത് ഏതാണ്ടൊക്കെ സംഭവിക്കുമെന്നാ. ഇത് നിസ്സാരം. ആരും മഴുവും കോടാലിയും കഠാരിയും തോക്കുമൊന്നും എടുത്തില്ലല്ലോ. എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല കൊച്ചേ, നീ ചുമ്മാ കൂളായിട്ടിരിക്കെ. അയാൾ അവളുടെ തോളിൽ തട്ടി. വഴിയിലെത്തി. റോസി നിന്നു. ഇനി എന്ന് കാണും? ഒന്നുകിൽ ഞാൻ വരും, അല്ലെങ്കിൽ കത്തയക്കും. പോരെ? പോട്ടെ. ശരി. അയാൾ കൈയും വീശി നടന്നു നീങ്ങി. മറയുന്നത് വരെ അവൾ നോക്കി നിന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഔതച്ചേട്ടനും ചേട്ടത്തിയും തങ്കച്ചനും കാത്തു നിൽക്കുകയായിരുന്നു. റോസി തിണ്ണയിലേക്ക് കയറിയതും ഔതച്ചേട്ടൻ പൊട്ടിത്തെറിച്ചു. ആരാടി അവൻ? അവൻ പറഞ്ഞില്ലേ? റോസി കൂസാതെ തിരിച്ചു ചോദിച്ചു. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നെ എന്തിനാ ആട്ടിയിറക്കി വിട്ടത്? അത് വീട്ടിൽ കയറി വന്ന് പോക്കൃത്തരം പറഞ്ഞതിന്. പോക്കൃത്തരമല്ല, സത്യമാവൻ പറഞ്ഞത്. തെളിച്ചു പറയടി. ബാക്കി അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് അവൾ എന്താ വാടി പറഞ്ഞത്? ഔതച്ചേട്ടൻ ഭാര്യയോട് ചോദിച്ചു. ഇവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്ന് ചേട്ടത്തി വെളിപ്പെടുത്തി. നേരാണോടി? ഔതച്ചേട്ടൻ റോസിയുടെ നേർക്ക് തിരിഞ്ഞു. അതെ. ഠേയ്. പറഞ്ഞു തീർന്നതും കവിളിൽ അടിപൊട്ടി. ഔതച്ചേട്ടൻ തലങ്ങും വിലങ്ങും അവളെ തള്ളി. മുടിക്ക് കുത്തിപ്പിടിച്ച് മുറിയിലേക്ക് വലിച്ചിഴച്ചു. മുറിയിലിട്ട് അടിച്ചു. ഏലിയമ്മ ചേട്ടത്തി ചെന്ന് തടസ്സം പിടിച്ചു. വിട്, തല്ലിക്കൊല്ലാതെ, നിർത്ത്, മതിയെന്ന്. ഔതച്ചേട്ടൻ കലി പൂണ്ട് ചേട്ടത്തിയെ പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞു തള്ളി. ചേട്ടത്തി മൺചുവരിൽ ഇടിച്ചു നിന്നു. പിന്നെയും അവർ തടസ്സം പിടിക്കാൻ ചെന്നു. തല്ലിയത് മതിയെന്ന്. തല്ലട്ടെ അമ്മേ, ഇഷ്ടം പോലെ തല്ലട്ടെ, തല്ലിക്കൊല്ലട്ടെ. എല്ലാവർക്കും കൂടെ കഷ്ണിച്ച് ചുട്ടു തിന്നാമല്ലോ. റോസി നിന്ന് ചീറി. മിണ്ടരുത് നീ, കൊന്നുകളയും. ഔതച്ചേട്ടൻ അലറി. കൊല്ല്. വളർത്തുന്നതിനേക്കാൾ എളുപ്പം അതാണല്ലോ. പെൺമക്കളെ വളർത്തുന്നത് നഷ്ടക്കച്ചവടമല്ലേ? നിന്നെയൊക്കെ വളർത്തിയതാടി എൻ്റെ തെറ്റ്. തെറ്റ് തന്നെയാ. പെറ്റത് പെൺകുഞ്ഞിനെയാണെന്ന് കണ്ടപ്പോൾ കഴുത്ത് ഞെരിച്ച കുപ്പത്തൊട്ടിയിലോട്ട് ഇടുന്നതായിരുന്നു ഭേദം. ഇനി മേലിൽ നീ അവനെ കാണുകയോ മിണ്ടുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നീ ശവം. ഔതച്ചേട്ടൻ അമർത്തി ചവിട്ടി ഇറങ്ങിപ്പോയി.
എനിക്കങ്ങനെ ചാകാൻ പേടിയൊന്നുമില്ല. റോസി വീറോടെ പിറുപിറുത്തു. ഏലിയാമ്മ ചേട്ടത്തി വാതിൽ പടിമയിലിരുന്ന് പദം പറഞ്ഞ് കരഞ്ഞു. എൻ്റെ ഈശോയെ, നേരാവണ്ണം ഉണ്ണാതെയും ഉറങ്ങാതെയും രാപ്പകൽ അധ്വാനിച്ച് ഓരോന്നിനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ശിക്ഷയാണോ ഇത്? ഇതിനൊക്കെ തീറ്റി കൊടുക്കാനും ഉടുപ്പിക്കാനും പഠിപ്പിക്കാനും ആ മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. എന്നിട്ടിപ്പം അപ്പനോട് മക്കൾ പറയുന്ന വർത്തമാനങ്ങൾ. ഞാൻ ആരോടും വേണ്ടാത്തതൊന്നും പറഞ്ഞില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കെട്ടണമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. റോസി പിറുപിറുത്തു. ഡീ നശിച്ചവളെ, നീ ഇതിനാണോടി മഠം ചാടിയത്? കുടുംബത്തിൻ്റെ മാനം കെടുത്താൻ, പെറ്റ തള്ളയുടെയും തന്തയുടെയും കൂടപ്പിറപ്പുകളുടെയും മുഖത്ത് കരിവാരി തേക്കാൻ. ഞാൻ പ്രായപൂർത്തിയായ പെണ്ണ. നിങ്ങളുടെ ആട്ടും തുപ്പും സഹിച്ച് കെട്ടാമങ്കയായിട്ട് ഇവിടെ കിടന്ന് നരകിക്കാൻ എന്നെ കിട്ടുകയില്ല. രാജീവൻ്റെ 10-1 യോഗ്യതയുള്ള ഒരുത്തനെയെങ്കിലും നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് തരുമെന്ന പ്രതീക്ഷയും എനിക്കില്ല. നീ പിന്നെ എന്തിനടി കന്യാസ്ത്രീയാകാൻ പോയത്? അന്നതിനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മഠത്തിലമ്മയായിട്ട് ഉടുപ്പുമിട്ട് കൊന്തയും ചൊല്ലി ജീവിതകാലം മുഴുവൻ കഴിഞ്ഞോളാമെന്ന് ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. എനിക്ക് അന്നും ഇന്നും കല്യാണം കഴിക്കുന്നതായിരുന്നു ഇഷ്ടം. ഏലിയമ്മ ചേട്ടത്തി ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരം അവർ മകളെ വിളിച്ച് കുറേയേറെ ഉപദേശിച്ചു. എൻ്റെ മോളെ, നീ അവനെ മറന്നുകളാ. അവനൊരു പുറജാതിക്കാരനല്ലേ. നമുക്ക് അങ്ങനത്തെ കൂട്ടരുമായി ബന്ധം പാടുണ്ടോ? കുടുംബത്തിന് അപമാനമല്ലേ. കെട്ടിക്കാൻ കാശില്ലാഞ്ഞിട്ട് ഒരന്യജാതിക്കാരനെ കെട്ടിയേൽപ്പിച്ചു എന്ന് നാട്ടുകാർ പറയുകയല്ലേ. അപ്പന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് നിനക്കറിയാമോ? ചങ്ക് കലങ്ങിയ ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒന്നാമതേ നെഞ്ചിൽ തീയ. ഓരോന്നിനെ എങ്ങനെ കെട്ടിച്ചയക്കും, ബാക്കിയുള്ളതിനെ എങ്ങനെ കണ്ണു തെളിച്ചെടുക്കും എന്നൊക്കെ ഓർത്ത് ഒരു നേരം ആ മനുഷ്യൻ വെറുതെ ഇരുന്നിട്ടില്ല. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയായിരുന്നു. ഇപ്പോഴിപ്പം പണിയൻ മേലാതെയുമായി. മക്കളല്ലേ ഇപ്പോൾ അപ്പനിത്തിരി വിശ്രമം കൊടുക്കേണ്ടത്, ശകലം സൂര്യം കൊടുക്കേണ്ടത്. അതിനു പകരം പിന്നെയും തീ തീറ്റുക എന്ന് വെച്ചാൽ. അമ്മേ, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ വലിയ പാതകമൊന്നുമല്ല ഞാൻ ചെയ്തത്. ഒരു കണക്കിന് ആശ്വാസമാ. ഞാൻ പോയാൽ അത്രയും ബാധ്യത കുറഞ്ഞില്ലേ? രാജീവിനെ പോലൊരു ചെറുപ്പക്കാരനെ നമ്മുടെ മതത്തിൽ നിന്നും കെട്ടാൻ 1,00,000 രൂപയെങ്കിലും സ്ത്രീധനം കൊടുക്കണ്ടേ? അയാൾക്ക് എന്താ ഒരു കുറവ്? അയാളുടെ ജാതിയിൽ നിന്ന് 1,00,000 രൂപ സ്ത്രീധനം വാങ്ങി കെട്ടാനും കഴിയും. സ്നേഹത്തിൻ്റെ പേരിലാ വെറും കൈയോടെ ചെല്ലുന്ന എന്നെ സ്വീകരിക്കാമെന്നേറ്റിരിക്കുന്നത്. ചിലപ്പോൾ ഭാവിയിൽ എനിക്ക് നിങ്ങളെയൊക്കെ സഹായിക്കാനും പറ്റിയേക്കും. മനുഷ്യന് മനുഷ്യനേക്കാൾ വലുതാണോ മതം? ഞാൻ പോയി കഴിഞ്ഞാൽ റാണിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? ചേച്ചിയെ ജോണിച്ചായൻ സ്വീകരിച്ചോളും. മോളെ, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക്. വേണ്ട, തടയണ്ട. കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ രാജീവിനെ തള്ളി പറയുന്ന പ്രശ്നമില്ല. ഏലിയമ്മ ചേട്ടത്തി നിശബ്ദയായി. അധ്യായം 12. ഡെയ്സിയും മോളിയുമാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ. 10 മണി കഴിഞ്ഞു. രോഗികളും അവരോടൊപ്പം നിൽക്കുന്ന സഹായികളും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടെ ചുമയോ ഞരക്കമോ കേൾക്കാനുണ്ട്. കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നും കിറുക്കി അന്നയുടെ പാട്ട് കേൾക്കാം. എപ്പോഴോ തുടരെ തുടരെ ഹോൺ മുഴക്കിക്കൊണ്ട് 2 കാറുകൾ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വന്നു നിന്നു. അതൊക്കെ മിക്ക രാത്രികളിലും പതിവാണ്. വെട്ടുകുത്ത് കേസുകളോ വണ്ടി അപകടമോ അത്യാസന്ന രോഗികളോ ഒക്കെയാവാം. ഇപ്പോഴെങ്ങനെയുണ്ട് മന്ത്രിയുടെ അളിയൻ്റെ ശല്യം? ഡെയ്സി മോളിയോട് ചോദിച്ചു. ഇപ്പോഴെൻ്റെ നേർക്ക് നോക്കുന്നത് പോലുമില്ല. കൈവിട്ടതുപോലെയാ. നിനക്ക് നഷ്ടബോധമൊന്നും തോന്നുന്നില്ലേ? എന്തിന്? നന്നായി. ഇത്രയുള്ളൂ മോളി കാര്യം. ഒരു പെണ്ണ് വേണമെന്ന് വിചാരിച്ചാൽ എത്ര വലിയ കൊമ്പനെയും വരച്ച വരയിൽ നിർത്താം. തൻ്റെ ഇടം വേണം, ആത്മവിശ്വാസം വേണം. ഇപ്പോഴെനിക്ക് കുറേയൊക്കെ ധൈര്യമായി. നിന്നെക്കുറിച്ച് വേറൊരു ശ്രുതി കേട്ടല്ലോ. എന്ത് കേട്ടു? ആ ഹൗസ് സർജൻ ഇല്ലേ, ഓർത്തോയിലെ അനിൽകുമാർ, അയാളുമായിട്ട് ഒരു ലൈനൊക്കെ സ്ഥാപിച്ചുകൊണ്ട് വരുന്നുണ്ടെന്ന്. ആര് പറഞ്ഞു ഇതൊക്കെ? ആരുമായിക്കോട്ടെ, സംഗതി ശരിയാണോ? അദ്ദേഹം എന്നെ കാണുമ്പോൾ ചിരിക്കുകയും മിണ്ടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് വെച്ച് വേറൊന്നുമില്ല. അപ്പോൾ ഭൂമിക്കടിയിൽ കൂടിയാണ് കേബിൾ വലിച്ചിരിക്കുന്നത്, പുറമേ ഒന്നും കാണാനില്ല. ഡെയ്സി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോ ചേച്ചി, ചുമ കളിയാക്കാതെ. പെണ്ണെ, അമ്മളി പറ്റാതെ സൂക്ഷിച്ചോണം. ഡോക്ടറെ എന്നല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ വരെ വേണമെങ്കിൽ പ്രേമിച്ചു. അതൊക്കെ ഒരു രസം. പക്ഷേ ശരീരത്ത് തൊട്ട് കളിക്കാൻ അനുവദിക്കരുത്, കഴുത്തിൽ മിന്നി ചാർത്തുന്നതുവരെ. എനിക്ക് ആരോടും പ്രേമമൊന്നുമില്ല. പ്രേമിച്ചാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആണുങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലാ കണ്ണ്. മിക്കപ്പോഴും അങ്ങനെയാ. അവരാഗ്രഹിച്ചത് സാധിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുകയേ നിവർത്തിയുള്ളൂ എന്ന് വെച്ചാൽ അവരത് ചെയ്യും. നേരത്തെ സാധിച്ചു കിട്ടിയാൽ കല്യാണം വേണ്ടെന്ന് വെക്കും.
ഡോക്ടർ നേഴ്സിനെ കല്യാണം കഴിക്കുന്ന ചരിത്രമൊക്കെയുണ്ട്. അസംഭവ്യമൊന്നുമല്ല. പക്ഷേ ഒരു ഡോക്ടർക്ക് ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കുന്നതായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അവർക്ക് പല ലാഭവും ഉണ്ട്. പണം, മറ്റ് സ്വത്തുക്കൾ, ഭാവിയിലെ നേട്ടങ്ങൾ, അങ്ങനെ പലതും. പണവും പദവിയും ഇല്ലാത്ത ഒരു നേഴ്സിനെ കല്യാണം കഴിക്കാൻ തോന്നണമെങ്കിൽ അതിന് പിന്നിലെ ഒരേയൊരു വികാരം അവളുടെ സൗന്ദര്യത്തിന്മേലുള്ള ആസക്തി മാത്രമായിരിക്കും. അതങ്ങോട്ട് ആദ്യമേ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ലാഭങ്ങളും നോക്കി പോകും. മോളി മറുപടിയൊന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ വാർഡിൽ നിന്ന് ഒരു ബഹളം കേട്ടു. ഡെയ്സിയും മോളിയും എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. സുകുമാരി അമ്മയുടെ ബെഡിനരികിൽ ഏതാനും പേർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. സുകുമാരി അമ്മ നെഞ്ചു തലച്ച് കരയുകയാണ്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഒരു പെൺ പിറന്നവൾ അവരുടെ മാലയും പണവും തട്ടിയെടുത്ത് സ്ഥലം വിട്ടിരിക്കുന്നു. 2-3 ദിവസമായി ആ സ്ത്രീ വാർഡിലുണ്ട്. തങ്കമ്മ എന്നാണ് പേര് പറഞ്ഞത്. 17-ാം നമ്പർ ബെഡിലെ രോഗിയുടെ ബന്ധുവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തങ്കമ്മ സുകുമാരി അമ്മയുമായി അടുത്തത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ തങ്കമ്മയെക്കുറിച്ച് വാർഡിൽ നല്ല അഭിപ്രായമുണ്ടായി. ആരെയും സഹായിക്കാൻ സന്നദ്ധ. എല്ലാ രോഗികളുടെയും അടുത്ത് ചെന്ന് കുശലം ചോദിക്കും. അവർക്ക് പുറമേ നിന്ന് ചോറോ കാപ്പിയോ ഫ്ലാസ്കിൽ ചൂട് പാലോ വാങ്ങിക്കൊടുത്ത് സഹായിക്കും. കാണാൻ ചന്തമുള്ള സ്ത്രീ. 35 വയസ്സ് പ്രായം വരും. സുകുമാരി അമ്മയ്ക്ക് അവൾ പല സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഊണും കാപ്പിയും എല്ലാം വാങ്ങിക്കൊടുത്തിരുന്നത് തങ്കമ്മയായിരുന്നു. സുകുമാരി അമ്മയുടെ ഭർത്താവ് രാഘവൻ നായർക്കും തങ്കമ്മയെ നന്നേ ബോധിച്ചു. ഒരാഴ്ചയായി സുകുമാരി അമ്മ ആശുപത്രിയിൽ വന്നിട്ട്. ഇന്ന് രാവിലെ രാഘവൻ നായർ വീട്ടിലേക്ക് പോയി. സുകുമാരി അമ്മയുടെ ശുശ്രൂഷ തങ്കമ്മയെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അയാൾ പോയത്. രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ഊണും രാത്രിയിൽ കഞ്ഞിയും സുകുമാരി അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തത് തങ്കമ്മയാണ്. കാതിലും കയ്യിലും കഴുത്തിലും സ്വർണം ഇട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടന്നുറങ്ങരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു തങ്കമ്മ. ആഭരണങ്ങളെല്ലാം സുകുമാരി അമ്മയെ കൊണ്ട് അഴിപ്പിച്ചു വാങ്ങിയ തങ്കമ്മ രാഘവൻ നായർ തിരിച്ചെത്തുന്നതുവരെ താൻ ഇത് സൂക്ഷിച്ചു കൊള്ളാമെന്ന് ഏറ്റു. അതിനുശേഷം സുകുമാരി അമ്മ തങ്കമ്മയെ കണ്ടിട്ടില്ല. വാർഡിൽ ആരും കണ്ടിട്ടില്ല. കുറച്ചു മുമ്പ് സുകുമാരി അമ്മ എഴുന്നേറ്റ് പ്രാഞ്ചി 17-ാം നമ്പർ ബെഡിൽ ചെന്ന് ആ ബെഡിലെ രോഗിയോട് തങ്കമ്മ എവിടെ എന്ന് ചോദിച്ചു. ആ രോഗിക്കറിയില്ല. ആ രോഗിയുടെ ആരുമല്ലെന്നും അവരറിയിച്ചു. 17-ാം നമ്പർ ബെഡിലെ രോഗിയോട് തങ്കമ്മ പറഞ്ഞത് 9-ാം നമ്പർ ബെഡിലെ രോഗിയുടെ ബന്ധുവാണെന്നാണ്. അവർ ഉടൻ 2 പേരും കൂടി 9-ാം നമ്പർ ബെഡിലെത്തി. അവിടുത്തെ രോഗിയോട് ചോദിച്ചപ്പോൾ തങ്കമ്മ അവരുടെ ആരുമല്ലെന്ന് അവരറിയിച്ചു. 3-ാം നമ്പർ ബെഡിലെ രോഗിയുടെ ബന്ധുവാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചറിഞ്ഞപ്പോൾ തങ്ങൾക്ക് പറ്റിയ അബദ്ധം ഓരോരുത്തരും വെളിപ്പെടുത്തി തുടങ്ങി. വാർഡിലെ മിക്കവരെയും തങ്കമ്മ ഓരോന്ന് പറഞ്ഞ് കബളിപ്പിച്ചിട്ടുണ്ട്. ചിലരോട് 10ഉം 20ഉം 50ഉം ഒക്കെ കടം വാങ്ങിച്ചിരുന്നു. വേറെ ചിലർ ചോറ് വാങ്ങാനും പഴം വാങ്ങാനും ഏൽപ്പിച്ച രൂപയുടെ ബാക്കി നഷ്ടപ്പെട്ടവരാണ്. 5ഓ 10ഓ രൂപയുടെ സാധനം വാങ്ങാൻ 20ൻ്റെയും 50ൻ്റെയും നോട്ട് കൊടുത്തവരോട് ഞാനൊന്ന് മറിച്ചു ഉടൻ തിരികെ തരാം എന്നാണ് തങ്കമ്മ പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ ആ സ്ത്രീ ഒരു രോഗിയുടെയും ബന്ധുവായിരുന്നില്ല. എങ്ങനെയോ ഒരു സ്റ്റേ പാസ് സംഘടിപ്പിച്ചുകൊണ്ട് വാർഡിൽ കടന്നു പറ്റിയ തട്ടിപ്പുകാരി. 3 ദിവസത്തിനുള്ളിൽ കിട്ടാനുള്ളതെല്ലാം അടിച്ചെടുത്തുകൊണ്ട് അവൾ സ്ഥലം വിട്ടു. ഏറ്റവും വലിയ നഷ്ടം സുകുമാരി അമ്മയ്ക്കാണ് ഉണ്ടായത്. നിങ്ങൾ DMOയ്ക്കും സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകുക, അല്ലാതെ ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാനില്ല, ഡെയ്സി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സിസ്റ്ററെ? ഈ ആശുപത്രിയിലല്ലേ തട്ടിപ്പ് നടന്നത്? ഈ വാർഡിൽ നിങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ലേ? നിങ്ങളുടെ മുതൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഓരോ വാർഡിൻ്റെയും ചുമരിൽ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. പോക്കറ്റടിക്കാരെയും തട്ടിപ്പുകാരെയും സൂക്ഷിക്കണമെന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളും കൂടി അറിയാതെ ഇങ്ങനൊന്നും ഇവിടെ നടക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ചതെന്താ? 4 ദിവസത്തോളമായി ആ സ്ത്രീ ഈ വാർഡിലുണ്ട്. അവൾക്ക് സ്റ്റേ പാസ് ഉണ്ട്. അതൊക്കെ നിങ്ങളറിയാതെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടായിരിക്കും വീതം. ഡെയ്സി അയാളെ തറപ്പിച്ചു നോക്കി. നിമിഷങ്ങൾക്ക് ശേഷം അവൾ ഡ്യൂട്ടി റൂമിലേക്ക് തിരിച്ചു നടന്നു. ഡെയ്സി സിസ്റ്റർ അറ്റൻഡർ പീതാംബരനെ വിളിച്ച് ഒരു സ്ത്രീ ഉടനെ എങ്ങാനും പുറത്തേക്ക് പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അയാൾക്കറിയില്ലായിരുന്നു. ഒടുവിൽ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്നു. 1 മണിക്കൂർ മുമ്പ് ഒരു സ്ത്രീ അത്യാവശ്യമായി രക്തം വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പോയതായി അയാൾ അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ആശുപത്രിയിൽ സാധാരണമാണ്. തട്ടിപ്പുകാർ പല വേഷങ്ങളിൽ വരും. രോഗിയുടെ അകന്ന ബന്ധുവായും സുഹൃത്തായും ഉപകാരിയായും പ്രത്യക്ഷപ്പെടും.
കയ്യിൽ കിട്ടുന്നതും കൊണ്ട് അവർ കടന്നു കളയും. ഒരു വിരുദ്ധൻ ഡ്യൂട്ടി റൂമിൽ നിന്നും സ്റ്റെതസ്കോപ്പ് വരെ തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. വാർഡിൽ ബഹളമൊതുങ്ങി. ഡെയ്സിയും മോളിയും ഡ്യൂട്ടി റൂമിൽ ചെന്നിരുന്നു. മോളി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അനിൽകുമാറിൻ്റെ പേരും തൻ്റെ പേരും കൂടി ചേർത്ത് ഒരു സ്കാൻഡൽ ഉണ്ടാക്കിയത് അവളെ ആശ്ചര്യപ്പെടുത്തി. ഡെയ്സി ചേച്ചി പോലും അറിഞ്ഞിരിക്കുന്നു. മോളിക്ക് അപമാനമല്ല, സന്തോഷമാണ് തോന്നിയത്. അനിൽകുമാറിനെ പോലെ ഒരാൾ പ്രേമിക്കുകയാണെങ്കിൽ അതിലും വലിയ ഭാഗ്യമുണ്ടോ? സുന്ദരൻ, സുഭകൻ, ഹൃദ്യമായ പെരുമാറ്റം, സൗമ്യമായ സംഭാഷണ രീതി. തന്നെ അയാൾക്ക് ഇഷ്ടമാണോ എന്നറിഞ്ഞുകൂടാ. ആയിരിക്കണം. അല്ലെങ്കിൽ നാലാൾ ശ്രദ്ധിക്കത്തക്ക അടുപ്പം കാണിക്കുകയില്ലല്ലോ. പിടിക്കുമ്പോൾ പുളിങ്കുമ്പിൽ തന്നെ പിടിക്കണം. കെട്ടുന്നെങ്കിൽ അതൊരു ഡോക്ടറെ തന്നെ ആവണം. തൻ്റെ കുടുംബം രക്ഷപ്പെടാൻ അതല്ലാതെ വഴിയില്ല. അനിൽകുമാർ പ്രണയ അഭ്യർത്ഥനയുമായി വന്നാൽ സ്വീകരിക്കുക തന്നെയെന്ന് മോളി തീരുമാനിച്ചു. ഡെയ്സി ചേച്ചി പറഞ്ഞതുപോലെ അതിൻ്റെ ചില സൂചനകളൊക്കെ കാണാറുണ്ട്. മോളി ഓരോ ദിവാസ്വപ്നങ്ങളിൽ മുഴുകി. മറ്റൊരു ദിവസം ഡെയ്സിക്കും അമ്മിണിക്കും അന്ന് നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു. അമ്മിണി ഇനി ഏറിയാൽ ഒരാഴ്ച കൂടിയേ ഇവിടെയുള്ളൂ. അവധിയെടുത്ത് പോവുകയാണ്. ഗൾഫിൽ ഒരു ജോലി തരപ്പെട്ട് വന്നിരിക്കുന്നു. 5 കൊല്ലത്തെ അവധിയെടുക്കുക. അത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കുക, വീണ്ടും നാട്ടിലെത്തുക. ഇതൊക്കെയാണ് പരിപാടി. ഡെയ്സിയും അമ്മിണിയും ഒന്നിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അന്നും ഷീലയ്ക്ക് കൂട്ടുകിടക്കാൻ ശാലിനി വന്നു. പതിവിലും നേരത്തെ ഷീല ഉറങ്ങാൻ കിടന്നു. ശാലിനിയും മയങ്ങിപ്പോയി. ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ട് ശാലിനി ഞെട്ടി ഉണർന്നു. മുറിയിൽ ഇരുട്ട്. കിടക്കയിൽ നോക്കിയപ്പോൾ ഷീല ടീച്ചറില്ല. ഡെയ്സിയുടെ മുറിയിൽ വെളിച്ചമുണ്ട്. വെന്റിലേറ്ററിലൂടെ പ്രകാശം ഇപ്പുറത്ത് കടക്കുന്നുണ്ട്. ആ മുറിയിൽ നിന്ന് അടക്കിയ മന്ത്രണങ്ങളും കിതപ്പും. ഒരു പുരുഷൻ്റെ പരുക്കൻ ശബ്ദം. ശാലിനിക്ക് നെഞ്ചിലൊരു കത്തൽ അനുഭവപ്പെട്ടു. അപ്പുറത്തെ മുറിയിൽ ഒരു പുരുഷനുണ്ട്. ഷീല ടീച്ചറും കൂടെയുണ്ട്. ദേഹം തളരുന്നത് പോലൊരു തോന്നൽ. അവളിൽ അത്യാകാംക്ഷ നിറഞ്ഞു. അവൾ ശബ്ദമുണ്ടാക്കാതെ മേശ അല്പം വലിച്ചു മാറ്റിയിട്ടു. അതിൽ കയറി നിന്ന് വെന്റിലേറ്ററിലൂടെ നോക്കി. അവിടെ നിലത്തി വിരിച്ച ബെഡ്ഷീറ്റിൽ ഷീല ടീച്ചറും ഏതോ ഒരു പുരുഷനും. ശാലിനി വേഗം താഴെ ഇറങ്ങി. ബഹളം വെച്ച് ലോകരെയെല്ലാം അറിയിച്ചാലോ? വാതിൽ ഇടിച്ചു തകർത്താലോ? ശാലിനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അടുത്ത ഭാഗം നാളെ.